ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വചനം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. തമാശ രൂപത്തിൽ ആളുകൾ പറയാറുണ്ട്, സ്വന്തം ഭാര്യയെ ഓർക്കാൻ സമയമില്ല, അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ലോത്തിന്റെ ഭാര്യയെ ഓർക്കുന്നത്? പക്ഷെ കർത്താവ് പറഞ്ഞ ഓരോ വാക്കിനും ഓരോ പദത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ്. ഈ ഓർത്തുകൊള്ളുവിൻ എന്ന പദപ്രയോഗം ഒരിക്കലും നാം മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കൂടെ നാം ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ? ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവളായിരുന്നു ലോത്തിന്റെ ഭാര്യ. പക്ഷേ ആ അനുഗ്രഹങ്ങളൊക്കെ കാറ്റിൽ പറത്തിയവൾ. അവളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും ഓർക്കാതെ ദൈവത്തോടും മനുഷ്യനോടും വിധേയത്വമില്ലാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബൈബിൾ ലോത്തിന്റെ ഭാര്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരായിട്ട് കാണാൻ കഴിയും. അനുഗ്രഹങ്ങൾ ലഭിച്ചവരായിരുന്നു അവൾ എന്ന് പറഞ്ഞാൽ, കൽദയരുടെ ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ലോത്തും കൂടെ വന്ന ആളാണ്. 13-ാം അധ്യായം ഉൽപ്പത്തിയിൽ വായിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് അബ്രഹാമിനോട് കൂടെ വന്ന ലോത്ത്. 3-4 പ്രാവശ്യം ആ പദപ്രയോഗം ആവർത്തിക്കുന്നുണ്ട്, അബ്രഹാമിനോട് കൂടെ വന്ന ലോത്ത്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹങ്ങളുടെ കലവറ ലഭിക്കുവാൻ അബ്രഹാമിൻ്റെ കൂടെ വന്ന ഒരു വ്യക്തിയായിരുന്നു ലോത്തും ലോത്തിന്റെ ഭാര്യയും. പക്ഷേ ഇപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ നിന്ന് മാറി കടന്നുപോയ ചരിത്രം. 2, അവൾക്ക് മുന്നറിയിപ്പ് ലഭിച്ച ആളായിരുന്നു. കാരണം ലോത്തിനോടും പറയുന്നുണ്ട്, നീ ഈ പട്ടണം നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങി ഓടണം എന്ന് പറയുമ്പോൾ ആ മുന്നറിയിപ്പ് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു അവൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്കും ഒരുപാട് മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എത്രയോ സത്യമായ കാര്യമാണ്. പലപ്പോഴും നാം ആ മുന്നറിയിപ്പുകൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സഹതാപകരമായ കാര്യം. ലോത്തിന്റെ ഭാര്യയ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചതാണ് എന്നുള്ളത് കാര്യം കാണും. 3-ാമത്തെ കാര്യം, ദൂതന്മാരെ വിട്ട് അവൾക്ക് സഹായം ദൈവം കൊടുത്തു. ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു എന്ന് ആ ലോത്തിനെയും ലോത്തിന്റെ ഭാര്യയും മക്കളെയും അറിയിച്ചപ്പോൾ ദൂതന്മാരെ വിട്ട് സഹായം കൊടുക്കുവാനിടയായി. ദൂതന്മാർ കൈപിടിച്ചാണ് അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്നതായിട്ട് നമുക്ക് 19-ാം അധ്യായം ഉൽപ്പത്തിയിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ദൂതന്മാരെ വിട്ട് സഹായം ലഭിച്ചിട്ട് പോലും അവൾ വേണ്ടത്ര പരിഗണന കൊടുക്കുകയോ അതിന് പ്രാമുഖ്യം കൊടുക്കുകയോ ചെയ്തില്ല എന്നുള്ളത് എത്ര പരിതാപകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കൽപ്പന ലഭിച്ചു, പിന്നോട്ട് നോക്കരുത് എന്ന കൽപ്പന. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത് എന്ന്. ഈ പ്രദേശത്തെങ്ങ് നിൽക്കുകയും അരുത്. പക്ഷേ ഈ പ്രസ്താവനകളൊന്നും ഈ മുന്നറിയിപ്പുകളൊന്നും ഈ ലോത്തിന്റെ ഭാര്യ പരിഗണിച്ചില്ല. പിന്നോട്ട് നോക്കരുതെന്ന് വളരെ വ്യക്തമായ കൽപ്പനയുണ്ടായിട്ടും അതനുസരിക്കാതെ പിന്നോട്ട് നോക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഇത് നമുക്കും ഒരു വലിയ മുന്നറിയിപ്പാണ്. നമ്മളോടും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഞാനും നിങ്ങളും അവഗണിച്ചാൽ നമുക്കും സംഭവിക്കാൻ പോകുന്ന കാര്യം അതിദാരുണമായിരിക്കും എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. 5-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവൾ അനുസരണക്കേട് കാണിച്ചവളാണ്. 26-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതുണായി. കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ഇന്നും അനേകർക്ക് ഒരു മുന്നറിയിപ്പായി, ഒരു പാഠമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പന നാം പൂർണ്ണമായി അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ആ വലിയ മുന്നറിയിപ്പ് നമ്മുടെയും ജീവിതത്തിലുണ്ടാകും. ദൈവത്തിന്റെ മുന്നറിയിപ്പ് നാം അവഗണിച്ചാൽ അതും വലിയ പ്രശ്നത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ലോത്തിന്റെ ഭാര്യ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ലോത്തിന്റെ ഭാര്യ നമുക്കൊരു മുന്നറിയിപ്പാണ്. ലോത്തിന്റെ ഭാര്യ നമുക്കൊരു ചൂണ്ടുപലകയാണ്. നാം
ദൈവത്തിൻ്റെ വചനത്തെ എപ്രകാരം അനുസരിക്കുന്നു എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ ഈ ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിക്കൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.